നമ്മളിന്ന് പുതിയൊരു ചാപ്റ്റർ പഠിക്കുകയാണ്, ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം. അപ്പോൾ എന്താണ് ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം എന്ന് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് പാർട്ണർഷിപ്പ് എന്ന് നമുക്ക് അറിയണം. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് പാർട്ണർഷിപ്പ്, എന്നാലും ജസ്റ്റ് ഒന്ന് നമുക്ക് പറയാം. എന്താണ് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ, പാർട്ണർഷിപ്പ് ആക്ട് 1932 സെക്ഷൻ 4 പാർട്ണർഷിപ്പ് ആക്ടിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്. എന്തുവാണ് പാർട്ണർഷിപ്പ് ആക്ടിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്? സോ പാർട്ണർഷിപ്പ് ആക്ടിൻ്റെ ഡെഫിനിഷൻ പ്രകാരം പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാർട്ടീസ് ഓർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more പാർട്ടീസ്. അതായത് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടിൽ കൂടുതലോ വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്, പേഴ്സൺസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ ഒരു എഗ്രിമെൻ്റ് ആണെന്ന് പറയാം. റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ അതൊരു എഗ്രിമെൻ്റ് ആണ് നമ്മൾ പാർട്ണർഷിപ്പ് എന്ന് പറയാം. ഈ എഗ്രിമെൻ്റ് എന്തിനാണെന്ന് പറഞ്ഞാൽ, പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടിൽ കൂടുതലോ വ്യക്തികൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെയോ എഗ്രിമെൻറ്റിനെയാണോ നമുക്ക് പാർട്ണർഷിപ്പ് എന്ന് പറയാം. ഈ എഗ്രിമെൻറ്റിൻ്റെ പർപ്പസ് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ബിസിനസ് നടത്തുക എന്നുള്ളതാണ് ഈ എഗ്രിമെൻ്റിൻ്റെ ലക്ഷ്യം. അപ്പോൾ രണ്ടിൽ കൂടുതലോ വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എഗ്രിമെൻറ്റ്, എന്തിനുള്ള എഗ്രിമെൻറ്റ്? ബിസിനസ് നടത്താനുള്ള എഗ്രിമെൻറ്റിനെയാണ് നമുക്ക് എന്തോ പറയാം, പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഈ ബിസിനസ് നോക്കി നടത്തുന്നത് ആര് എന്ന് പറഞ്ഞാൽ, ഈ പാർട്ണർഷിപ്പ് ഫേമിലുള്ള ഒരു വ്യക്തിയായിരിക്കാം എല്ലാ മെമ്പേഴ്സിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് ആക്ട് ചെയ്യുന്നത്. ഒരു മെമ്പർ ആയിരിക്കാം, 1 മെമ്പർ ആയിരിക്കാം എല്ലാ മെമ്പറിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓൾ മെമ്പേഴ്സ് ക്യാരി ഔട്ട് ദ ബിസിനസ്. ഈ ബിസിനസ് നടത്തുന്നത് ഒരു വ്യക്തിയായിരിക്കാം, ബാക്കി എല്ലാ വ്യക്തികളെയും റെപ്രസെൻറ്റേറ്റ് ചെയ്ത് ഒരു വ്യക്തിയായിരിക്കാം ഈ ബിസിനസ് നോക്കി നടത്തുന്നത്, അല്ലെങ്കിൽ എല്ലാ വ്യക്തികളും കൂടെ ഒരുമിച്ചായിരിക്കാം ഈ പാർട്ണർഷിപ്പ് ബിസിനസ് നോക്കി നടത്തുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ, പാർട്ണർഷിപ്പ് ആക്ട് 1932 സെക്ഷൻ 4 പ്രകാരം പാർട്ണർഷിപ്പ് ഈസ് എൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 or more persons who agree to share the profits and loss of the business carried on by all or anyone acting for all. അതായത് പാർട്ണർഷിപ്പ് രണ്ടിൽ കൂടുതലോ വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയോ എഗ്രിമെൻറ്റിനെയാണ് നമുക്ക് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഈ എഗ്രിമെൻ്റ് പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് നടത്തുക എന്നുള്ള ഒരു പർപ്പസോട് കൂടിയാണ് ഈ പാർട്ണർഷിപ്പ് ബിസിനസ് നിലവിൽ വരുന്നത്. ഈ ബിസിനസ് നടത്തുന്നത് എന്ന് പറഞ്ഞാൽ, ഈ പാർട്ണർഷിപ്പ് ബിസിനസ്സിലെ ഒരു വ്യക്തിയായിരിക്കാം ഈ പാർട്ണർഷിപ്പ് ബിസിനസ് ഫുള്ളും നോക്കി നടത്തുന്നത്, അല്ലെങ്കിൽ ആ പാർട്ണർഷിപ്പ് ബിസിനസ്സുള്ള എല്ലാ വ്യക്തികളും ഒരുമിച്ചായിരിക്കും ഈ പാർട്ണർഷിപ്പ് ബിസിനസ് നോക്കി നടത്തുന്നത്. ഈ ബിസിനസ്സിൻ്റെ പർപ്പസ് എന്തായിരിക്കും? ഒരു ബിസിനസ് നടത്തുന്നതെങ്കിൽ എന്തിനായിരിക്കും നമ്മൾ ബിസിനസ് നടത്തുന്നത്? ലാഭം കിട്ടാനായിരിക്കും, അല്ലേ? പ്രോഫിറ്റ് കിട്ടാനായിരിക്കും. ഈ കിട്ടുന്ന ലാഭം ഈ പാർട്ട്നേഴ്സ് തമ്മിൽ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യാം എന്നൊരു എഗ്രിമെൻ്റ് വഴിയായിരിക്കും പാർട്ണർഷിപ്പ് നിലവിൽ വരുന്നത്. Okay, partnership is according to Partnership Act 1932, partnership is actual relationship between parties to share the profits of business carried on by all or anyone acting for all. അതായത് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടിൽ കൂടുതലോ വ്യക്തികൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റിനെയാണ് നമുക്ക് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഈ എഗ്രിമെൻ്റ് പർപ്പസ് എന്താണ്? ബിസിനസ് നടത്തുക എന്നതാണ് ഈ എഗ്രിമെൻ്റ് പർപ്പസ്. ഈ ബിസിനസ് നടത്തുന്നത് ചിലപ്പോൾ പാർട്ണർഷിപ്പിൽ ഒരു വ്യക്തിയായിരിക്കാം എല്ലാ പാർട്ട്നേഴ്സിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് ബിസിനസ് നടത്തുന്നത്, അല്ലെങ്കിൽ എല്ലാ മെമ്പേഴ്സും ഒരേപോലെ ആയിരിക്കും ബിസിനസ് നോക്കി നടത്തുന്നത്. ബിസിനസ്സിൻ്റെ പർപ്പസ് എന്താണ്? നമുക്ക് ബിസിനസ് വഴി നമുക്ക് എന്ത് കിട്ടും? ബിസിനസ് നടത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി നമുക്ക് ലാഭം കിട്ടും, അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടും. ഈ കിട്ടുന്ന പ്രോഫിറ്റ് പാർട്ട്നേഴ്സ് തമ്മിൽ ഷെയർ ചെയ്യാം എന്നൊരു എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് പാർട്ണർഷിപ്പ് ആക്ട് 1932 ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു ടേമാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയാം. അപ്പോൾ ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്ത് കാര്യത്തിൻ്റെയും ഒരു ഡിസ്കണ്ടിന്യൂവേഷൻ, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുകയാണ്, അതിനെയാണ് നമ്മൾ ഡിസ്കണ്ടിന്യൂവേഷനെയാണ് നമ്മൾ പറയാം, ഡിസൊല്യൂഷൻ എന്ന് പറയാം. എന്ന് വെച്ചാൽ ഒരു കാര്യം അവസാനിപ്പിക്കുന്നതിനാണ് നമ്മൾ ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പാർട്ണർഷിപ്പ് പോലെ ഡിസൊല്യൂഷൻ 2 തരം ഡിസൊല്യൂഷൻ ഉണ്ട്. ഒന്ന് ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പും ഉണ്ട്,
പിന്നെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേമും ഉണ്ട്. രണ്ട് തരത്തിലുള്ള ഡിസൊല്യൂഷൻ ഉണ്ട്. ഒന്ന് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും ഉണ്ട്, ഒന്ന് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേമും ഉണ്ട്. ഓക്കെ, നമുക്ക് എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയാം. ഇപ്പോൾ ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഈ പാർട്ട്നേഴ്സ് തമ്മിൽ നമ്മൾ പറഞ്ഞായിരുന്നു, പാർട്ട്ണർഷിപ്പ് ആക്ട് പറഞ്ഞപ്പോൾ പാർട്ട്ണർഷിപ്പ് ഇസ് ആക്ച്വലി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാർട്ടീസ് ടു ഫോം ആൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ പാർട്ടീസ് ടു ഷെയർ ദ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് എന്ന് പറഞ്ഞു. അപ്പോൾ പാർട്ട്ണർഷിപ്പ് തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ടല്ലേ, ഈ എഗ്രിമെന്റിൽ എന്തെങ്കിലും ഒരു മാറ്റം വരികയാണ്. അപ്പോൾ ആ എഗ്രിമെന്റ് എക്സിസ്റ്റിംഗ് മെമ്പേഴ്സ് ഓഫ് എ പാർട്ട്ണർഷിപ്പ് ബിസിനസ്, അതായത് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലുള്ള മെമ്പേഴ്സിന്റെ എഗ്രിമെന്റിൽ തമ്മിൽ എന്തെങ്കിലും ഒരു മാറ്റം വരികയാണ്, അതിനെയാണ് നമ്മൾ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. സോ ദർ ഇസ് ചേഞ്ച് ഇൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാർട്ടീസ്, അല്ലെങ്കിൽ എന്തു പറയാം, ചേഞ്ച് ഇൻ എഗ്രിമെന്റ് ഓഫ് പാർട്ട്ണർഷിപ്പ്. അപ്പോൾ അതായത് ഈ പാർട്ട്ണർഷിപ്പിൻ്റെ അകത്തുള്ള ഈ എഗ്രിമെന്റ് അല്ലെങ്കിൽ ഈ പാർട്ടീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുന്നതിനാണ് നമ്മൾ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഈ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരാം? ഇപ്പോൾ നമ്മൾ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് 5 ആളുകളുണ്ടെന്ന് വെച്ചോ, ഒരു പുതുതായിട്ടൊരു വ്യക്തി ആ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലോട്ട് വരികയാണ്. അപ്പോൾ അതിനെയാണ് നമുക്ക് ഒരു പുതുതായിട്ടൊരു വ്യക്തി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ പാർട്ട്നേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു വ്യത്യാസം വരും. അപ്പം ഈ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് പല കാരണങ്ങൾ കൊണ്ടുവരാം. ഒന്ന് അഡ്മിഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്, അതായത് പുതുതായിട്ടൊരു വ്യക്തി ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലോട്ട് വരികയാണ്, അല്ലെങ്കിൽ ഒരു പുതുതായിട്ടൊരു വ്യക്തി ഒരു പാർട്ട്ണർഷിപ്പ് 5 പേരുള്ളതിൽ ഒരു വ്യക്തി പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നിന്ന് റിട്ടയർ ആയി പോവുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കി 4 പേരെ ആ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലുള്ളൂ. അപ്പം റിട്ടയർമെന്റ് കാരണം വഴി ഡിസൊല്യൂഷൻ വരാം. അല്ലെങ്കിൽ ഈ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അതായത് ഈ നമുക്ക് അറിയാമല്ലോ, ഈ പ്രോഫിറ്റ് നമുക്ക് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഈ ലാഭം പാർട്ട്നേഴ്സ് നമ്മൾ ഷെയർ ചെയ്യുക എന്നുള്ള അഗ്രിമെന്റിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് പറഞ്ഞു. അപ്പോൾ ഈ ഷെയർ ചെയ്യുന്ന അഗ്രിമെന്റ് റേഷ്യോസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണ്, അതിനെ നമുക്ക് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയാം. നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഈ പാർട്ട്ണർഷിപ്പിലുള്ള പാർട്ട്നേഴ്സ് തമ്മിലുള്ള എഗ്രിമെന്റിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുന്ന കാര്യം നമുക്കെന്ന് പറയാം ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയാം. പിന്നെ ഒരു ഡെത്ത് ഓഫ് എ പാർട്ട്ണർ, ഒരു 5 പേരുള്ളതിൽ ഒരാൾ മരിച്ചുപോയി, അപ്പോൾ ഓട്ടോമാറ്റിക്കലി 4 പേരേ ഉള്ളൂ. അപ്പോൾ എന്തുവാ, ആ പാർട്ട്ണർഷിപ്പിൽ ഉള്ള അഗ്രിമെന്റിൽ ഒരു ചേഞ്ചസ് വരും. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയാം. പക്ഷേ ഇനി അടുത്ത് ഈ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് കാരണം നമുക്ക് ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിന് ഒരു അന്ത്യം വരുന്നില്ല, പക്ഷേ ആ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ അകത്തുള്ള എഗ്രിമെന്റിൽ ഒരു അന്ത്യം അല്ലെങ്കിൽ ഒരു മാറ്റം വരികയാണ് ചെയ്യുന്നത്. പക്ഷേ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം വഴി ഉള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ ആ ഫേം എന്നേക്കുമായിട്ട് നമ്മൾ നിർത്താൻ പോവുകയാണ്, അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ് എന്നാണ് ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറഞ്ഞാൽ. അതായത് ദ ഓപ്പറേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം കംസ് ടു എൻ എൻഡ്. അതായത് ഇനി നമ്മൾ ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ഓപ്പറേഷൻസ് നമ്മൾ നിർത്തുകയാണ്, ഇതുവഴി നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണ്. ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ് നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതിനാണ് ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത്. പക്ഷേ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഈ പാർട്ട്ണർഷിപ്പ് ഫേം അവിടെ നിൽക്കുന്നില്ല, അതായത് പാർട്ട്ണർഷിപ്പ് ബിസിനസ് അവിടെ നിൽക്കുന്നില്ല, ആ ബിസിനസ്സിൻ്റെ അകത്തുള്ള അഗ്രിമെന്റിൽ ചേഞ്ച് വരുന്നതിനാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറഞ്ഞാൽ ആ പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്നേക്കുമായിട്ട് നമ്മൾ എന്തോ അവസാനിപ്പിക്കുകയാണ്, അതിനാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് മോഡ്സ് ഓഫ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഒരു പാർട്ട്ണർഷിപ്പ് ഫേം നിർത്തലാക്കുക, അതിനെ പറ്റിയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് മനസ്സിലാക്കുക, അതായത് ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ എഗ്രിമെന്റിൽ ചേഞ്ചസ് വരുത്തുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ എഗ്രിമെന്റിൽ എന്നേക്കുമായിട്ട് കുറച്ച് മാറ്റങ്ങൾ വരികയാണ്, അതിനാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. അതായത് ഒരു പുതുതായിട്ടൊരു വ്യക്തി ആ പാർട്ട്ണർഷിപ്പ് ബിസിനസ് വരിക, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, അല്ലെങ്കിൽ റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണർ, അല്ലെങ്കിൽ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ, അല്ലെങ്കിൽ ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ. ഇതൊക്കെ ആയിരിക്കാം ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ബിസിനസിൻ്റെ ഒരു കാരണങ്ങൾ എന്ന് പറയാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റിൽ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഒരു എഗ്രിമെന്റിൽ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാർട്ടീസിൽ ഒരു ചേഞ്ച് വരുന്നതിനാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറഞ്ഞാൽ എന്നേക്കുമായിട്ടും ആ പാർട്ട്ണർഷിപ്പ് ബിസിനസ് നമ്മൾ അവസാനിപ്പിക്കുന്നതിനാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയാം. ഈ ഡിസൊല്യൂഷൻ മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് എന്തൊക്കെ തരത്തിലുള്ള ഡിസൊല്യൂഷൻ ഓഫ് എന്തൊക്കെ കാരണങ്ങളുണ്ട് പാർട്ട്ണർഷിപ്പ് ഫേം നമുക്ക് അവസാനിപ്പിക്കാം, ഡിസ്കണ്ടിന്യൂ ചെയ്യാം. മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ
ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം പറയുന്നത് സെക്ഷൻ 40 മുതൽ പാർട്ണർഷിപ്പ് ആക്ടിൻ്റെ സെക്ഷൻ 40 മുതൽ 44ാമത്തെ സെക്ഷൻ വരെയാണ് ഈ മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒബ്ജക്റ്റീവ് ടൈപ്സ് ഏത് ക്വസ്റ്റ്യൻസ് വരുമ്പോഴും ഈ സെക്ഷൻസ് പക്കയായിട്ട് അറിയണം. സെക്ഷൻ 40 മുതൽ 44 വരെയാണ് മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം പ്രതിപാദിക്കുന്നത്. പക്ഷേ നമ്മൾ പാർട്ണർഷിപ്പ് ആക്ട് പ്രതിപാദിക്കുന്നത് പറഞ്ഞു 1932 സെക്ഷൻ 4 പ്രകാരമാണ് പാർട്ണർഷിപ്പ് ആക്ടിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു 2 or more persons. ഇപ്പം പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരം നമുക്ക് മിനിമം പേഴ്സൺസ് എത്രയാണെന്ന് അറിയാം. മിനിമം പേഴ്സൺസ് ഓൺ എ പാർട്ണർഷിപ്പ് ബിസിനസ് എത്രയാണ്? 2 ആളുകളാണ്, 2 persons. എന്നാൽ മാക്സിമം എത്രയാണ്? മാക്സിമം 50 പേരാണ്. ഇതൊക്കെ നമുക്കറിയാം, 50 പേരാണ്. ഈ നമ്മളടുത്ത് ചോദിക്കുകയാണ് മിനിമം എത്ര പേരാണ്, 2 വ്യക്തിയാണ് ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ഉള്ളതെന്ന് അറിയാം. പക്ഷെ അത് ഏത് ആക്ട് പ്രകാരമാണ് മിനിമം 2 ആളുകളാണ് ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് ഉള്ളതെന്ന് ചോദിച്ചാൽ അത് പാർട്ണർഷിപ്പ് ആക്ട് 1932 തന്നെയാണ് അത് പറയുന്നത്. എന്നാൽ മാക്സിമം 50 പേരാണ് എന്ന് പറയുന്നത് ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ മാക്സിമം 50 പേരാണ് ഉൾക്കൊള്ളാൻ പറ്റുന്നത്. ഓക്കെ, ഈ 50 പേരാണ് പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ഉള്ളത് എന്ന് പ്രതിപാദിക്കുന്ന ആക്ട് ഏതാണെന്ന് ചോദിച്ചാൽ പാർട്ണർഷിപ്പ് ആക്ട് അല്ല, അത് കമ്പനീസ് ആക്ട് 2013 ആണ്. കമ്പനീസ് ആക്ട് 2013 ആണ്. അത് കമ്പനീസ് ആക്ട് 2013 2014 മിസലേനിയസ് റൂൾസ് ആക്ട് പ്രകാരമാണ് അത് 50 ആക്കി മാറ്റിയത്. ഓക്കെ, ഇതിൻ്റെ ഒരു കാര്യം പറയാണ്, നമുക്ക് ഈ 1932 പാർട്ണർഷിപ്പ് ആക്ട് വന്ന സമയത്ത് മിനിമം 2 or 2 കൂടുതലോ വ്യക്തികളുള്ള ഏത് ബിസിനസ്സിനെയും നമുക്ക് പാർട്ണർഷിപ്പ് എന്ന് പറയാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ പാർട്ണർഷിപ്പ് ആക്ടിൻ്റെ അകത്ത് എത്ര മെമ്പേഴ്സിനെ മാക്സിമം ഉൾക്കൊള്ളാം എന്നുള്ളൊരു കാര്യം പ്രതിപാദിച്ചിട്ടില്ല. അത് പ്രതിപാദിക്കുന്നത് ആദ്യമായിട്ട് കമ്പനീസ് ആക്ട് 2013 അത് ആദ്യമായിട്ട് അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 464 പ്രകാരം മാക്സിമം മെമ്പേഴ്സ് ഓഫ് പാർട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ആദ്യമാക്കിയത് മാക്സിമം മെമ്പേഴ്സ് ആദ്യം 100 മെമ്പേഴ്സ് ആക്കി, 100 മെമ്പേഴ്സ് ആക്കി. എന്നാൽ 2014 ഈ കമ്പനീസ് ആക്ടിൽ തന്നെ ഒരു ചെറിയൊരു ചേഞ്ച് വന്നു. മിസലേനിയസ് കമ്പനീസ് റൂൾസ് പ്രകാരം ഈ 100 മെമ്പേഴ്സ് ഓഫ് പാർട്ണർഷിപ്പ് ബിസിനസ് മാക്സിമം 100 മെമ്പർ എന്നുള്ളത് 50 ആക്കി ചുരുക്കി. ഇപ്പോൾ നമുക്കുള്ളത് 50 മെമ്പേഴ്സും മിനിമം 2 മെമ്പേഴ്സും മാക്സിമം 50 പേഴ്സൺസുമാണ്. ഇത് നമ്മൾ അറിയണം. ചിലപ്പോൾ നമ്മളടുത്ത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, കമ്പനീസ് ആക്ട് ഏത് പ്രകാരമാണ് ആദ്യം 100 മെമ്പേഴ്സ് ആക്കിയതെന്ന് ചോദിച്ചാൽ സെക്ഷൻ 464 ആണ്. ഈ സെക്ഷൻ 464 2014 അമെൻഡ് ചെയ്ത മിസലേനിയസ് കമ്പനീസ് റൂൾസ് ആക്ട് പ്രകാരമാണ് ഈ പാർട്ണർഷിപ്പ് ആക്ടിലെ മാക്സിമം മെമ്പേഴ്സ് 100-ൽ നിന്ന് 50 ആയിട്ട് ചുരുക്കിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയണം. ഇനി നമ്മൾ ഡിസൊല്യൂഷൻ പറഞ്ഞു. എന്താണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ആ പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ഒരു അന്ത്യം വരുന്നില്ല, പക്ഷെ പാർട്ണർഷിപ്പിലുള്ള എഗ്രിമെന്റിൽ ഒരു വ്യത്യാസം വരുന്നതാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്. നേരെ മറിച്ച് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം എന്ന് പറഞ്ഞാൽ ആ പാർട്ണർഷിപ്പ് ഫേമിന്റെ ഓപ്പറേഷൻ എന്നേക്കുമായിട്ട് നിർത്തലാക്കുന്നതിനാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത്. എന്തൊക്കെ കാരണങ്ങൾ ഈ മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം പറയുന്നത് സെക്ഷൻ 40 മുതൽ 44ാമത്തെ സെക്ഷനിലാണ് ഇത്രയും കാര്യങ്ങൾ പ്രതിപാദിക്കുന്നത്. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യം ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് നമ്മളിപ്പോൾ പറഞ്ഞ തന്നെയാണ്. ദ ടേം ഡിസൊല്യൂഷൻ മീൻസ് ഡിസ്കണ്ടിന്യൂവേഷൻ. അതായത് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഇനി കണ്ടിന്യൂ ചെയ്യുന്നില്ല അല്ലെങ്കിൽ നിർത്തലാക്കുന്നു എന്നുള്ളതിനാണ് ഡിസ്കണ്ടിന്യൂവേഷൻ എന്ന് പറയുന്നത്. ദർ ആർ 2 types ഓഫ് ഡിസൊല്യൂഷൻ, 2 തരം ഡിസൊല്യൂഷൻ. ഒന്ന് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പും ഉണ്ട്, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേമും ഉണ്ട്. Okay, dissolution of partnership changes the existing relationship between parties, but the firm may continue its operations, business or as before. അതായത് ഒരു പാർട്ണർഷിപ്പ് ഫേമിൻ്റെ എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് എഗ്രിമെൻറ്റിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുന്നതിനാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ആ പാർട്ണർഷിപ്പ് ബിസിനസ് എന്നേക്കുമായിട്ട് അവസാനിക്കുന്നില്ല, പാർട്ണർഷിപ്പ് ബിസിനസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. അതിനെയാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറഞ്ഞാൽ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ബിറ്റ്വീൻ ഓൾ പാർട്ട്നേഴ്സ് ഓഫ് എ ഫേം ഈസ് കോൾഡ് ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം. അതായത് എല്ലാ മെമ്പേഴ്സും തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ എന്നേക്കുമായിട്ട് ആ എഗ്രിമെൻറ്റിൽ നിർത്തുന്നതിനെയാണ് നമ്മൾ ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം എന്ന് പറയുന്നത്. ഡിസൊല്യൂഷൻ ലീഡ്സ് ടു ക്ലോഷർ ഓഫ് ദ ഫേം. അതായത് നമ്മൾ ആ പാർട്ണർഷിപ്പ് ബിസിനസ് എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കുന്നതിനാണ് ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം എന്ന് പറയുന്നത്. ഇനി
ഓൺ ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം ദ assets are realized and liabilities are discharged. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഒരു കമ്പനി നമ്മൾ നിർത്തലാക്കും, ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് നിർത്തലാക്കുമ്പം ആ ബിസിനസ്സിൻ്റെ സ്വത്തുക്കൾ അല്ലെങ്കിൽ അസറ്റുകളെല്ലാം നമ്മൾ വിറ്റ് ക്യാഷ് ആക്കണം. മാത്രമല്ല നമുക്ക് എന്തെങ്കിലും ബാധ്യതകൾ അല്ലെങ്കിൽ ലൈബിലിറ്റീസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ കൊടുത്ത് തീർക്കണം. അതാണ് ഡിസ്ചാർജ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അസറ്റ്സ് ആർ റിയലൈസ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്കുള്ള അസറ്റ്സുകൾ, കമ്പനിയുടെ പാർട്ണർഷിപ്പ് ബിസിനസിൻ്റെ അസറ്റുകൾ അല്ലെങ്കിൽ സ്വത്തുകളെല്ലാം നമ്മൾ വിറ്റ് അത് ക്യാഷ് ആക്കുന്നതാണ് അസറ്റ്സ് ആർ റിയലൈസ്ഡ് എന്ന് പറഞ്ഞാൽ. ലൈബിലിറ്റീസ് ആർ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ നമുക്കുള്ള ബാധ്യതകളെല്ലാം നമ്മൾ പേ ചെയ്ത് തീർക്കണം. അപ്പോൾ ഇതാണ് ഡിസൊല്യൂഷൻ ഓഫ് ഫേംസിൻ്റെ അകത്ത് അസറ്റ്സിനും ലൈബിലിറ്റീസിനും പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഒരു കമ്പനി നമ്മൾ വൈൻഡപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തുവാ ഡിസ്കണ്ടിന്യൂ ചെയ്യുമ്പോൾ, ഡിസൊല്യൂഷൻ ഓഫ് എ ഫേമിൻ്റെ സമയം നമ്മൾ ആദ്യം ചെയ്യുക നമ്മുടെ കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഫേമിൻ്റെ അസറ്റുകളെല്ലാം നമ്മൾ വിറ്റ് ക്യാഷ് ആക്കുകയും നമ്മുടെ ബാധ്യതകളെല്ലാം നമ്മൾ കൊടുത്ത് തീർക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം പ്രതിപാദിക്കുന്ന സെക്ഷൻസ് 40 മുതൽ 44 വരെയാണ് നമ്മൾ പറഞ്ഞു. അതിൽ സെക്ഷൻ 40 പറയും ഡിസൊല്യൂഷൻ ബൈ അഗ്രിമെൻറ്റ്. അപ്പോൾ ഡിസൊല്യൂഷൻ ബൈ അഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ പാർട്ട്ണർഷിപ്പ് ഫേമിലുള്ള എല്ലാ മെമ്പേഴ്സും കൂടെ ഒരു അഗ്രിമെൻറ്റിൽ വരികയാണ്, നമുക്കിനി ബിസിനസ് ഇവിടെ നിർത്താം, ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ് നമുക്കിവിടെ നിർത്തലാക്കാം, എന്നേക്കുമായിട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്യാം. ഒരു എഗ്രിമെൻ്റ് വഴി അവർ എല്ലാവരെയും ഒരു സ്വമേധയാ എല്ലാവരുടെയും ഒരു സമ്മതത്തോടുകൂടി ഒരു മ്യൂച്വൽ എഗ്രിമെൻറ്റോടുകൂടി എന്തുവാണ് ആ പാർട്ണർഷിപ്പ് ബിസിനസ് അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫേം എന്നേക്കുമായിട്ട് വൈൻഡപ്പ് ചെയ്യുന്നതിനാണ് ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ഈ ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെൻ്റ് പറയുന്നത് അല്ലെങ്കിൽ പ്രതിപാദിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 40 ആണ്. ഇനി കമ്പൽസറി ഡിസൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. ഈ കമ്പൽസറി ഡിസൊല്യൂഷൻ സെക്ഷൻ 41 ഈ കമ്പൽസറി ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത്. കമ്പൽസറി ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായാലും ആ കമ്പനി നമുക്ക് നിർത്തലാക്കിയേ പറ്റത്തുള്ളൂ. അത് എന്തൊക്കെ കേസുകളിലാണ് നമുക്ക് കമ്പൽസറി ഡിസൊല്യൂഷൻ നടത്താമെന്ന് നോക്കാം. വെൻ all the partners or all except one become insolvent or insane. അതായത് ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ കമ്പൽസറി ഡിസൊല്യൂഷൻ ഏതൊക്കെ കേസസിലാണ് നമ്മൾ കമ്പനി അല്ലെങ്കിൽ ആ പാർട്ണർഷിപ്പ് ഫേം ഡിസൊല്യൂഷൻ നടത്തുക അല്ലെങ്കിൽ അത് എപ്പോഴായിട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ആ പാർട്ണർഷിപ്പ് ഫേമിലുള്ള എല്ലാ വ്യക്തികളും ആ പാർട്ണർഷിപ്പിൽ ഒരു വ്യക്തി ഒഴിച്ച് ബാക്കി എല്ലാ വ്യക്തികളും ഇൻസോൾവെൻ്റ് ആവുകയാണ് അല്ലെങ്കിൽ പാപ്പരാവുകയാണ്. അതായത് അവരുടെ അസറ്റിനേക്കാൾ കൂടുതൽ അവർക്ക് ലൈബിലിറ്റി വരികയാണ് അല്ലെങ്കിൽ അവരുടെ സ്വത്തിനേക്കാൾ കൂടുതൽ അവർക്ക് ബാധ്യത വരികയാണ്. അതിനെയാണ് നമ്മൾ പാപ്പരാവുക അല്ലെങ്കിൽ ഇൻസോൾവെൻ്റ് ആവുക എന്ന് പറയാം. അപ്പം ആ പാർട്ണർഷിപ്പ് ബിസിനസ്സിലെ ഒരു വ്യക്തി ഒഴികെ എല്ലാ വ്യക്തികളും ഇൻസോൾവെൻ്റ് ആവുകയാണ്, അല്ലെങ്കിൽ ആ പാർട്ണർഷിപ്പ് ബിസിനസ്സിലുള്ള എല്ലാ വ്യക്തികളും ഇൻസോൾവെൻ്റ് ആവുകയാണ്, അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിലുള്ള എല്ലാ ആളുകളും സ്വബോധം നഷ്ടപ്പെട്ട ആളുകളാണ്, അല്ലെങ്കിൽ മെൻ്റലി റിട്ടാർഡഡ്, അല്ലെങ്കിൽ ബുദ്ധിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിക്കോ അല്ലെങ്കിൽ അവരുടെ മെൻ്റലി എന്തെങ്കിലും പ്രോബ്ലംസ് വരികയാണ്. ആ പാർട്ണർഷിപ്പ് ബിസിനസ്സുള്ള എല്ലാവർക്കും എന്തെങ്കിലും മെൻ്റലി പ്രോബ്ലംസോ അല്ലെങ്കിൽ ഇൻസെയിൻ ആയിട്ട് അല്ലെങ്കിൽ ലുനാറ്റിക് ആയിട്ട് ആക്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തി ഒഴികെ ബാക്കി എല്ലാവർക്കും വട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മെൻ്റലി എന്തെങ്കിലും പ്രോബ്ലം വരികയാണെങ്കിൽ ആ പാർട്ണർഷിപ്പ് ബിസിനസ് കമ്പൽസറി നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കണ്ടിന്യൂ ചെയ്യണം. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓൾ ദ പാർട്ട്നേഴ്സ് ഓർ ഓൾ എക്സെപ്റ്റ് വൺ ബിക്കം ഇൻസോൾവെൻ്റ് ഓർ ഇൻസെയിൻ. അതായത് എല്ലാ വ്യക്തികളും പാപ്പരാവുകയാണ് അല്ലെങ്കിൽ ഇൻസോൾവെൻ്റ് ആവുകയാണ് അല്ലെങ്കിൽ ഇൻസെയിൻ ആവുകയാണ്, അതായത് മെൻ്റലി അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് വരികയാണ്. അങ്ങനെയാണെങ്കിൽ കമ്പൽസറി ഡിസൊല്യൂഷൻ നടത്തുക. അല്ലെങ്കിൽ ഒരു വ്യക്തി ഒഴികെ ബാക്കി എല്ലാ വ്യക്തികളും ഇൻസോൾവെൻ്റ് ആവുകയാണ് അല്ലെങ്കിൽ ഇൻസെയിൻ ആവുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ പാർട്ണർഷിപ്പ് ബിസിനസ് അവിടെ വൈൻഡപ്പ് ചെയ്യേണ്ടി വരും. പാർട്ണർഷിപ്പ് ഫേം നമുക്ക് അവിടെ ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ നടത്തേണ്ടി വരും. രണ്ടാമത്തെ വേർ ബിസിനസ് ബിക്കം ഇല്ലീഗൽ. അതായത് നമുക്ക് ഒരിക്കലും ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് ഇല്ലീഗലായിട്ട് നടപ്പിലാക്കാൻ പറ്റത്തില്ല. നമ്മളൊരു പാർട്ണർഷിപ്പ് ബിസിനസ് നടത്തുകയാണ്, ആ ബിസിനസ്സിൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് നമ്മളിപ്പം ഡ്രഗ്സ് കടത്തലാണ് ബിസിനസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസാണ് നമ്മൾ ബിസിനസ് നടത്തുക. അത് ഒരിക്കലും പാർട്ണർഷിപ്പ് ബിസിനസ് നമുക്ക് തുടക്കത്തിൽ തന്നെ അത് വോയിഡ് ആവും. കാര്യം എന്താണ്, നമുക്കൊരു പാർട്ണർഷിപ്പ് ബിസിനസ് തുടക്കത്തിൽ തന്നെ നമുക്ക് ഇല്ലീഗലായിട്ട് ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റത്തില്ല. അതിന് അപ്രൂവ്മെൻറ്റ് ഗവൺമെൻറ് തരത്തുമില്ല. അങ്ങനെ ഒരു ബിസിനസ് നടത്തിയാൽ അത് തുടങ്ങുന്ന സമയം തന്നെ അത് ഇല്ലീഗലാണ്, അപ്പം തന്നെ അത് പാർട്ണർഷിപ്പ് ബിസിനസ് അല്ലാണ്ടാവും, അത് ഇല്ലീഗലാവും, അപ്പം തന്നെ അത് വോയിഡ് ബൈ അബിനേഷൻ ആണ്. പക്ഷേ ഇത് പറയുന്നത് വേറെ ബിസിനസ് ബിക്കം ഇല്ലീഗൽ. അതായത് ഇപ്പോൾ നമ്മളൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി നടത്തുകയാണ്, അത് ലീഗലായിട്ടാണ് നടത്തുന്നത്, അതിൻ്റെ എല്ലാ നിയമവും ലോസും ഫോളോ ചെയ്താണ് നമ്മൾ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നത്. ഒരു സമയം എത്തിയപ്പോൾ ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ മറവിൽ നമ്മൾ
മയക്കുമരുന്ന് കച്ചവടമാണ് നടത്തുന്നത് വെച്ചോ, ഓട്ടോമാറ്റിക്കലി ആ സമയം മുതൽ ആ പാർട്ണർഷിപ്പ് ബിസിനസ് എന്തായി, ഇല്ലീഗലായി. അപ്പം ഇല്ലീഗലാണ് എന്ന് ആ പാർട്ണർഷിപ്പ് ബിസിനസ് കണ്ടെത്തി കഴിഞ്ഞാൽ ഉടനെ മുതൽ ആ പാർട്ണർഷിപ്പ് ബിസിനസ് അല്ലെങ്കിൽ ആ പാർട്ണർഷിപ്പ് ഫേം എന്ത് ചെയ്യണം, ഡിസൊല്യൂഷൻ നടത്തണം. കാര്യം ഇല്ലീഗൽ ആക്ടിവിറ്റീസ് റിസൾട്ട്സ് ഇൻ കമ്പൽസറി ഡിസൊല്യൂഷൻ അക്കോർഡിംഗ് ടു സെക്ഷൻ 41 ഓഫ് പാർട്ണർഷിപ്പ് ആക്ട് 1932. പിന്നെ വേർ ഓൾ ദ പാർട്ണേഴ്സ് എക്സെപ്റ്റ് വൺ ഡിസൈഡ് ടു റിട്ടയർ ഫ്രം ദ ഫേം. അതായത് ഒരു വ്യക്തി, ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ ഒരു വ്യക്തി ഒഴികെ ബാക്കി എല്ലാ വ്യക്തികളും ആ പാർട്ണർഷിപ്പ് ഫേമിൽ നിന്ന് എന്തുവാ, റിട്ടയർ ആയി പോവുകയാണ്. ഇപ്പം ഒരു വ്യക്തി ഒഴികെ, ഇപ്പം നമുക്ക് പാർട്ണർഷിപ്പിൽ മിനിമം എത്ര പേര് വേണമെന്ന് പറഞ്ഞു, 2 പേഴ്സൺസ് വേണമെന്ന് പറഞ്ഞല്ലേ, മിനിമം 2 പേഴ്സൺസ്. അപ്പം ഇതിൽ 5 പേരാണ് ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ഉണ്ടെന്ന് വെച്ചോ, അതിൽ ബാക്കി 4 ആളുകളും റിട്ടയർ ആയി പോയെന്ന് പറഞ്ഞാൽ ബാക്കി എത്ര പേരേ ഉള്ളൂ, ഒരു വ്യക്തിയേ ഉള്ളൂ. ഒരു വ്യക്തിയെ ഉള്ളെങ്കിൽ അത് പാർട്ണർഷിപ്പ് ബിസിനസ് ആവുമോ? ഓട്ടോമാറ്റിക്കലി അതെന്തോ ആവും, അതൊരു സിംഗിൾ പേഴ്സൺ കമ്പനി ആവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ തന്നെ അത് ഡിസൊല്യൂഷൻ നടത്തേണ്ടി വരും. അപ്പം ഒരു വ്യക്തി ഒഴികെ ബാക്കി എല്ലാ വ്യക്തികളും റിട്ടയർ ആയി പോവുകയാണെങ്കിൽ കമ്പൽസറി ഡിസൊല്യൂഷൻ അക്കോർഡിംഗ് ടു സെക്ഷൻ 41 നമുക്ക് നടത്താം. ഫസ്റ്റ് വൺ, വേർ ഓൾ ദ പാർട്ണേഴ്സ് ഓർ എക്സെപ്റ്റ് വൺ ബിക്കം ഇൻസോൾവെന്റ് ഓർ ഇൻസെയിൻ. അതായത് ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ണർഷിപ്പ് ഫേമിലുള്ള ഒരു വ്യക്തി ഒഴികെ എല്ലാ വ്യക്തികളും ഒന്നീ പാപ്പരാവുക അല്ലെങ്കിൽ മെന്റലി അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുക, അതാണ് ഇൻസെയിൻ എന്ന് പറയുന്നത്. ഇൻസോൾവെന്റ് ആവുക അല്ലെങ്കിൽ ഇൻസെയിൻ ആവുക, അല്ലെങ്കിൽ ഒരു വ്യക്തി ഒഴികെ ബാക്കി എല്ലാവരും ഇൻസോൾവെന്റ് ആവുക, ഇൻസെയിൻ ആവുക. അതാണ് ഫസ്റ്റ് കമ്പൽസറി ഡിസൊല്യൂഷൻ്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, സെക്ഷൻ 41 പ്രകാരം. രണ്ടാമത്, നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന ബിസിനസ് നമ്മൾ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടത്താനായിട്ട് തുടങ്ങുകയാണ്. ഏത് പോയിന്റിലാണോ നമ്മൾ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ബിസിനസ്സിൽ നടത്തുന്നത് ആ പോയിന്റ് വെച്ച് തന്നെ നമ്മൾ കമ്പനി വൈൻഡപ്പ് ചെയ്യേണ്ടി വരും, ആ പാർട്ണർഷിപ്പ് ഫേം വൈൻഡപ്പ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കമ്പൽസറി ഡിസൊല്യൂഷൻ നടത്തേണ്ടി വരും. ഇനി മൂന്നാമത്തെ, വേർ ഓൾ ദ പാർട്ണേഴ്സ് എക്സെപ്റ്റ് വൺ ഡിസൈഡ് ടു റിട്ടയർ ഫ്രം ദ ഫേം. അപ്പം ആ പാർട്ണർഷിപ്പ് ഫേമിലുള്ള ഒരു വ്യക്തി ഒഴികെ ബാക്കി എല്ലാ വ്യക്തികളും കമ്പനിയിൽ നിന്ന് റിട്ടയർ ആയി പോവുകയാണ്. ഓട്ടോമാറ്റിക്കലി ഒരു വ്യക്തിയെ ബാക്കിയുള്ളൂ. അപ്പോൾ അത് പാർട്ണർഷിപ്പ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ കമ്പൽസറി ഡിസൊല്യൂഷൻ സെക്ഷൻ 41 പ്രകാരം കമ്പൽസറി ഡിസൊല്യൂഷൻ നടത്തേണ്ടി വരും. സെക്ഷൻസ് ഓർക്കുക, ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെന്റ് സെക്ഷൻ 40 ആണ്. എന്നാൽ കമ്പൽസറി ഡിസൊല്യൂഷൻ പറയുന്നത് സെക്ഷൻ 41 ഓഫ് പാർട്ണർഷിപ്പ് ആക്ട് 1932. ഇനി അടുത്ത, ഡിസൊല്യൂഷൻ ബൈ ഹാപ്പനിങ് ഓഫ് സം കണ്ടീജൻസീസ്. ചില അത്യാവശ്യ ഘട്ടങ്ങൾ അല്ലെങ്കിൽ ചില കണ്ടീജൻസീസ്, ചില നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റുന്ന എമർജൻസി ഘട്ടങ്ങളിൽ നമുക്ക് പാർട്ണർഷിപ്പ് എന്ത് ചെയ്യും, ഡിസൊല്യൂഷൻ നടത്തേണ്ടി വരും. ഫസ്റ്റ്, ബൈ ദ ഡെത്ത് ഓഫ് എ പാർട്ണർ. ഒരു പാർട്ണർ, ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പാർട്ണർ, പാർട്ണർഷിപ്പ് ഫേമിലെ ഒരു പാർട്ണർ മരിച്ചു പോവുകയാണ്. അപ്പോൾ ആ ഒരു കാരണത്താൽ നമുക്ക് എന്ത് ചെയ്യാം, പാർട്ണർഷിപ്പ് ഫേം ഡിസൊല്യൂഷൻ നടത്താം. പിന്നെ ബൈ ദ അഡ്ജുഡിക്കേഷൻ ഓഫ് പാർട്ണർ ആസ് ഇൻസോൾവെന്റ്. അതായത് കോടതി നമ്മൾ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ഒരു വ്യക്തിയെ പാപ്പരാണ് എന്ന് ഡിക്ലെയർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇൻസോൾവെന്റ് ആണ്. ബൈ ദ അഡ്ജുഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ കോടതി ഒരു പാർട്ണറെ അയാൾ പാപ്പരാണ്, അദ്ദേഹം ഇൻസോൾവെന്റ് ആയി എന്ന് ഡിക്ലെയർ ചെയ്യുകയാണ്. ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, പാർട്ണർഷിപ്പ് ഫേം ഡിസൊല്യൂഷൻ നടത്താം, അല്ലെങ്കിൽ എന്നേക്കുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ പ്രവർത്തനം നിർത്തലാക്കാം. ബൈ ദ കംപ്ലീഷൻ ഓഫ് ദ വെഞ്ചർ ഫോർ വിച്ച് ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്. അതായത് നമ്മളൊരു പാർട്ണർഷിപ്പ് ബിസിനസ് നടത്തുന്നത് ഒരു പർപ്പസിനായിരിക്കാം, അല്ലെങ്കിൽ ആ വെഞ്ചറിന് ഒരു പർപ്പസിനായിരിക്കും ആ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് 100 കോടി പ്രോഫിറ്റ് നേടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ആ പാർട്ണർഷിപ്പ് ഫേം തുടങ്ങിയെന്ന് വെച്ചു. ആ 100 കോടി ആ പാർട്ണർഷിപ്പ് ഫേം ഓട്ടോമാറ്റിക്കലി അച്ചീവ് ചെയ്യുമ്പം ആ പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ലക്ഷ്യം അവിടെ നിറവേറ്റി. അപ്പോൾ ആ ലക്ഷ്യം നിറവേറ്റിയ ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ആ പാർട്ണർഷിപ്പ് ഫേം കമ്പൽസറി നമുക്ക് ഈ എമർജൻസി സിറ്റുവേഷനിൽ ഈ കണ്ടീജൻസി പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, ആ പാർട്ണർഷിപ്പ് ഫേം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ നടത്താം. അത് ബൈ ദ എക്സ്പയർ ചെയ്ത ടേം ഓഫ് ദ ഫേം. അതായത് നമ്മളൊരു ഫേം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു, ഇത് 5 വർഷം കാലാവധിയിലാണ് ഈ ഫേം നമ്മൾ ഫോം ചെയ്യുന്നത്. 5 വർഷത്തേക്ക് മാത്രമേ ഈ പാർട്ണർഷിപ്പ് ഫേം നമ്മൾ റൺ ചെയ്യത്തുള്ളൂ എന്നൊരു കണ്ടീഷൻ കൂടിയാണ് നമ്മളൊരു പാർട്ണർഷിപ്പ് ഫേം നമ്മൾ തുടങ്ങുന്നതെങ്കിൽ 5ാമത്തെ വർഷമാകുമ്പോൾ ആ പാർട്ണർഷിപ്പ് ഫേമിൻ്റെ കാലാവധി തീരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിസൊല്യൂഷൻ ബൈ ഹാപ്പനിങ് ഓഫ് സം കണ്ടീജൻസി സെക്ഷൻ 42 പ്രകാരം നമുക്ക് എന്ത് ചെയ്യണം, ആ പാർട്ണർഷിപ്പ് ഫേം വൈൻഡപ്പ് ചെയ്യേണ്ടി അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ നടത്തേണ്ടി വരും. ബൈ ദ ഡെത്ത് ഓഫ് എ പാർട്ണർ, ബൈ ദ അഡ്ജുഡിക്കേഷൻ ഓഫ് എ പാർട്ണർ ആസ് ഇൻസോൾവെന്റ്. കോടതി ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ ഒരു പാർട്ണറെ പ്രഖ്യാപിക്കുകയാണ്, അദ്ദേഹം പാപ്പരാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് കമ്പൽസറി ഡിസൊല്യൂഷൻ അല്ലെങ്കിൽ കമ്പൽസറി ഡിസൊല്യൂഷനിലോട്ട് പോകേണ്ടി വരും. പിന്നെ ബൈ ദ കംപ്ലീഷൻ ഓഫ് വെഞ്ചർ ഫോർ വിച്ച് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്. പാർട്ണർഷിപ്പ് ഫേം എന്ത് പർപ്പസിനാണോ തുടങ്ങിയത് ആ പർപ്പസ് അവിടെ നിറവേറ്റി കഴിഞ്ഞാൽ നമുക്ക് കണ്ടീജൻസീസ് ബൈ ഹാപ്പനിങ് സം കണ്ടീജൻസ് സെക്ഷൻസ് 42 പ്രകാരം നമ്മൾ ആ കമ്പൽസറി വൈൻഡിങ് അപ്പ്, കമ്പൽസറി അല്ല, നമ്മൾ ആ ഒരു പാർട്ണർഷിപ്പ് ഫേം ഡിസൊല്യൂഷൻ നടത്തേണ്ടി വരും.
ബൈ ദ എക്സ്പയറി ഓഫ് ദ ടേം ഓഫ് ദ ഫേം. ആ ഫേമിൻ്റെ കാലാവധി തീരുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ ഡിസൊല്യൂഷൻ നടത്തേണ്ടി വരും. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. ഇനി അടുത്ത ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ്. ഇപ്പം നമുക്ക് ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ് എന്താണെന്ന് നോക്കാം. സെക്ഷൻ 43 പ്രകാരമാണ് ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ്. ഇൻ കേസ് ഓഫ് പാർട്ണർഷിപ്പ് അറ്റ് വിൽ, the firm may be dissolved. Any partners give notice in writing to all the parties of his intention to dissolve of the firm. This is also known as a dissolution of partnership at will. അതായത് ഒരു പാർട്ണർഷിപ്പിൽ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ വില്ല്, അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടുകൂടി അദ്ദേഹം ഒരു നോട്ടീസിൽ എഴുതുകയാണ്, നമുക്ക് ഈ പാർട്ണർഷിപ്പ് ഇവിടെ നിർത്തലാക്കാം, ഈ പാർട്ണർഷിപ്പ് ഫേം നമുക്ക് നിർത്തലാക്കാം, നമുക്ക് ഈ പാർട്ണർഷിപ്പ് ഫേമിൻ്റെ പ്രവർത്തനങ്ങൾ എന്നേക്കുമായിട്ട് ഡിസൊല്യൂഷൻ നടത്താം എന്നൊരു നോട്ടീസ് കൊടുക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വില്ലോടുകൂടി അദ്ദേഹം എഴുതുക, അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടുകൂടി അദ്ദേഹം പാർട്ണർഷിപ്പിൽ ബാക്കി വ്യക്തികൾക്ക് നോട്ടീസ് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, സെക്ഷൻ 43 പ്രകാരം നമുക്ക് പാർട്ണർഷിപ്പ് ഓഫ് എ ഫേം നമുക്ക് ഡിസൊല്യൂഷൻ ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് സെക്ഷൻ 43 പ്രകാരം ഉള്ള ഈ ഡിസൊല്യൂഷൻ ബൈ നോട്ടീസിനെ നമ്മൾ ഡിസൊല്യൂഷൻ ബൈ വിൽ എന്നും പറയാം, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ബൈ ഡിസൊല്യൂഷൻ ബൈ വിൽ എന്നും പറയാം. അപ്പോൾ നമുക്ക് ചോദിക്കാം ഡിസൊല്യൂഷൻ ബൈ വിൽ ഏത് സെക്ഷൻ ആണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 43 ആണ് എന്ന് നമുക്കറിയാം. ഇനി അടുത്ത അവസാനത്തെ ഡിസൊല്യൂഷനാണ് ഡിസൊല്യൂഷൻ ബൈ കോർട്ട് ഓർഡർ. അത് സെക്ഷൻ 44 പ്രതിപാദിക്കുന്നത്. ഡിസൊല്യൂഷൻ ബൈ കോർട്ട് ഓർഡർ സെക്ഷൻ 44. ഫസ്റ്റ്, വെൻ എ പാർട്ട്ണർ ബിക്കംസ് ഓഫ് അൺസോൾഡ് മൈൻഡ്, അതായത് ഒരു പാർട്ണർഷിപ്പ് ഫേമിലുള്ള ഒരു വ്യക്തി മെൻ്റലി എന്തെങ്കിലും പ്രോബ്ലം അല്ലെങ്കിൽ അതായത് സ്വബോധം ഇല്ലാതാവുന്ന ഒരു കണ്ടീഷനിൽ വേണമെങ്കിൽ കോർട്ടിന് ആ പാർട്ണർഷിപ്പ് ഫേമിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസൊല്യൂഷന് വേണ്ടി പ്രഖ്യാപിക്കാം, അല്ലെങ്കിൽ ഒരു കോർട്ട് ഓർഡർ കൊടുക്കാം. വെൻ എ പാർട്ട്ണർ ബിക്കംസ് പെർമനൻ്റ്ലി ഇൻകേബിൾ ഓഫ് പെർഫോമിംഗ് ഹിസ് ഡ്യൂട്ടീസ് ആസ് എ പാർട്ണർ, ഒരു പാർട്ണർഷിപ്പ് ഫേമിലെ ഒരു പാർട്ണറിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ആ വ്യക്തിക്ക് നിറവേറ്റാൻ കഴിയാതെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോർട്ട് ഓർഡർ കൊണ്ട് ആ പാർട്ണർഷിപ്പ് ഫേം എന്ത് ചെയ്യാം, എന്നേക്കുമായിട്ട് ഡിസൊല്യൂഷൻ നടത്താം. അത് വെൻ എ പാർട്ണർ ഈസ് ഗിൽറ്റി ഓഫ് മിസ്കണ്ടക്ട് ആഫ്റ്റർ അഫക്റ്റിംഗ് ദ ബിസിനസ് ഓഫ് ഫേം, അതായത് എന്തെങ്കിലും ഒരു മാൽ പ്രാക്ടീസോ എന്തെങ്കിലും ഒരു കള്ളത്തരങ്ങളോ പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ നടത്തുകയാണെങ്കിൽ കോർട്ടിന് എന്ത് ചെയ്യാം, ആ പാർട്ണർഷിപ്പ് ബിസിനസ് എന്നേക്കുമായിട്ട് നിർത്തലാക്കാൻ പറയാം. പിന്നെ വെൻ എ പാർട്ണർ ഡെലിബറേറ്റ്ലി ആൻഡ് കൺസിസ്റ്റൻ്റ്ലി കമ്മിറ്റ് ദ ബ്രീച്ച് ഓഫ് അഗ്രിമെൻറ്റ് റിലേറ്റിംഗ് ദ മാനേജ്മെൻറ്റ് ഓഫ് ദ ഫേം, ഈ മാനേജ്മെൻറ്റ് ഓഫ് ദ ഫേമിൻ്റെ അഗ്രിമെൻറ്റ് പ്രകാരം അല്ലാണ്ട് കാര്യങ്ങൾ നടത്തുകയാണ്, അതായത് റൂൾസും റെഗുലേഷൻസും വയലേറ്റ് ചെയ്യുകയാണ് ഡെലിബറേറ്റ് ആയിട്ട്, അതായത് വേണമെന്ന് പറഞ്ഞ റൂൾസും റെഗുലേഷൻസും മാനേജ്മെൻറ്റ് റൂൾസും റെഗുലേഷൻസും വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ കോർട്ടിന് എന്ത് ചെയ്യാം, എന്നേക്കുമായിട്ട് ആ പാർട്ണർഷിപ്പ് ബിസിനസ് വൈൻഡപ്പ് ചെയ്യാനായിട്ട് ഉത്തരവിടാം. പിന്നെ വെൻ എ പാർട്ണർ ട്രാൻസ്ഫർ ഹോൾ ഓഫ് ഹിസ് ഇൻട്രസ്റ്റ് ഇൻ ദ ഫേം ടു എ ഹോൾ പാർട്ടി, അതായത് അദ്ദേഹത്തിൻ്റെ ആ ഫേമിലുള്ള എല്ലാ ഇൻട്രസ്റ്റും വേറെ മൂന്നാമതൊരു വ്യക്തികളിലേക്ക് അദ്ദേഹം കേന്ദ്രീകരിക്കുന്ന ആ നിമിഷം മുതൽ കോർട്ടിന് എന്ത് ചെയ്യാം, ആ ഡിസൊല്യൂഷൻ ബൈ കോർട്ട് പ്രകാരം കോർട്ടിന് എന്ത് ചെയ്യാം, ഈ പാർട്ണർഷിപ്പ് ഫേം വൈൻഡപ്പ് ചെയ്യാനുള്ള ഉത്തരവ് കൊടുക്കാനുള്ള കോർട്ട് ഓർഡർ കൊടുക്കാനുള്ള അധികാരമുണ്ട്. പിന്നെ വെൻ ബിസിനസ് ഓഫ് ദ ഫേം കനോട്ട് ബി ക്യാരിഡ് ഓൺ അക്സെപ്റ്റഡ് ലോസ്, അത് വളരെ നഷ്ടത്തിലാണ് ഈ പാർട്ണർഷിപ്പ് ഫേം പോകുന്നതെങ്കിൽ കോർട്ടിന് ഓർഡർ ചെയ്യാം എന്താ, ഈ പാർട്ണർഷിപ്പ് ബിസിനസ് അവിടെ നിർത്തലാക്കും, ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം പറയാം. പിന്നെ വെൻ ദ കോർട്ട് റിഗാർഡ്സ് ഇസ് ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ടു ഡിസോൾവ് ദ ഫേം, അതായത് ന്യായവും നീതിയുമാണ് ഈ പാർട്ണർഷിപ്പ് ബിസിനസ് നിർത്തലാക്കുന്നത് എന്ന് കോർട്ടിന് ബോധ്യമാവുകയാണെങ്കിൽ കോർട്ടിനെ ഡിക്ലെയർ ചെയ്യാം ഈ പാർട്ണർഷിപ്പ് ബിസിനസ് എന്നേക്കുമായിട്ട് നിർത്തലാക്കാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഡിസൊല്യൂഷൻ ഓർ മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് വൺ ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെൻറ്റ് സെക്ഷൻ 40 പറയുന്നത്. രണ്ടാമത്തെ കമ്പൽസറി ഡിസൊല്യൂഷൻ സെക്ഷൻ 41, ഡിസൊല്യൂഷൻ ബൈ ഹാപ്പനിങ് ഓഫ് സം കണ്ടീജൻസി സെക്ഷൻ 42, പിന്നെ ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ് അല്ലെങ്കിൽ അതിന് വേറൊരു പേര് പറയും ഡിസൊല്യൂഷൻ ബൈ വിൽ സെക്ഷൻ 43, പിന്നെ ഡിസൊല്യൂഷൻ ബൈ കോർട്ട് ഓർഡർ സെക്ഷൻ 44. 5 ഡിസൊല്യൂഷൻ ഉണ്ട്. ഈ 5 ഡിസൊല്യൂഷൻ്റെ സെക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെൻറ്റ് മുതൽ ഡിസൊല്യൂഷൻ ബൈ കോർട്ട് ഓർഡർ വരെയുള്ള സെക്ഷൻ 40 മുതൽ 44 വരെ. ഈ സെക്ഷൻ്റെ ഏത് സെക്ഷൻസിൻ്റെ അകത്താണ് ഏതൊക്കെ പോയിന്റ് വരുന്നത് എന്ന് ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം, എന്നാലേ നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്ത സെറ്റിൽമെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓൺ ഡിസൊല്യൂഷൻ. ഓക്കെ, നമ്മൾ ഡിസൊല്യൂഷൻ സമയത്ത് എന്തൊക്കെ അക്കൗണ്ട്സ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സെറ്റിൽ ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഇറ്റ് ഹാസ് ടു ഡിസ്പോസ് ഇറ്റ്സ് അസറ്റ്സ് ആൻഡ് പേ ഓഫ് ദ ലയബിലിറ്റീസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് എനി അവൈലബിൾ ക്യാഷ് ബാലൻസ് ഓർ ടു ദ പാർട്ട്നേഴ്സ്. ആദ്യം എന്ന് പറഞ്ഞാൽ
അവരുടെ അസറ്റുകളെല്ലാം വിറ്റ് ക്യാഷ് ആക്കുക. അതാണ് ഡിസ്പോസ് ഓഫ് ഇറ്റ്സ് അസറ്റ്സ് അല്ലെങ്കിൽ റിയലൈസേഷൻ ഓഫ് ഇറ്റ്സ് അസറ്റ്സ് എന്ന് പറയും. അപ്പോൾ ആദ്യം ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ബിസിനസ് വൈൻഡപ്പ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ബിസിനസ് നിർത്തലാക്കുകയാണ്. പാർട്ണർഷിപ്പ് ഫേം നിർത്തലാക്കുമ്പോൾ ആ ഫേമിൻ്റെ അസറ്റുകൾ എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, വിറ്റ് ക്യാഷ് ആക്കുക. അതാണ് ഡിസ്പോസ് ഓഫ് ഇറ്റ്സ് അസറ്റ് അല്ലെങ്കിൽ എന്താ പറയുക റിയലൈസേഷൻ ഓഫ് ഇറ്റ്സ് അസറ്റ് എന്ന് പറയും. പിന്നെ പേ ഓഫ് ഇറ്റ്സ് ഡെറ്റ്സ്, അതായത് ഈ പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ബാധ്യതകളുണ്ടല്ലോ, ഈ ബാധ്യതകളെല്ലാം വിറ്റ് നമ്മൾ തീർക്കണം. ആർക്കൊക്കെയാണോ ക്യാഷ് കൊടുക്കാനുള്ളത്, ഈ പാർട്ണർഷിപ്പ് ഫേം ആരെയിൽ നിന്നൊക്കെ കടമെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ബാധ്യതകളുണ്ടോ ആ ബാധ്യതകളൊക്കെ കൊടുത്തു തീർക്കുക. ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് എനി അവൈലബിൾ ക്യാഷ് ബാലൻസ് ടു പാർട്ട്നേഴ്സ്. ഇനി ബാക്കി വരുന്ന പ്രോഫിറ്റോ ബാക്കി വരുന്ന ക്യാഷ് ബാലൻസോ ആ പാർട്ണർഷിപ്പ് ബിസിനസ്സിലുള്ള പാർട്ട്നേഴ്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് സെറ്റിൽമെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ഡിസൊല്യൂഷൻ. അപ്പോൾ ഡിസൊല്യൂഷനിൽ ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. എന്താണ്? അപ്പോൾ നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറയാം. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ടാണ്. നോമിനൽ അക്കൗണ്ട് എന്ന് അറിയാമല്ലോ, നമുക്ക് എക്സ്പെൻസസ് ലോസസും ഉണ്ടെങ്കിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും, ഇൻകംസും ഗെയിൻസും ഉണ്ടെങ്കിൽ നമ്മൾ നോമിനൽ അക്കൗണ്ടിൽ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആർ ഡെബിറ്റഡ് ഇൻ realization account and all incomes and gains are credited in realization account. Nominal account is prepared to close accounts of assets and liabilities and to find out the profit or loss on realization of assets and payment of liabilities. അതായത് റിയലൈസേഷൻ അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ അസറ്റിൻ്റെയും ലയബിലിറ്റീൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുക എന്നുള്ള പർപ്പസോടുകൂടിയാണ് റിയലൈസേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് വഴി നമ്മൾ നമ്മുടെ കമ്പനിയുടെ അസറ്റുകളെല്ലാം വിറ്റ് ക്യാഷ് ആക്കുകയും ഈ വിറ്റ് ക്യാഷ് ആക്കുന്ന അസറ്റ്സ് എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യും, അത് ഡെബിറ്റ് ചെയ്യുകയും ചെയ്യും. മാത്രമല്ല നമ്മളെ ലയബിലിറ്റീസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും, പേ ഓഫ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് എന്താണെന്ന് നോക്കാം. ഓൾ അസറ്റ്സ് എക്സ്ക്ലൂഡിങ് ക്യാഷ് ആൻഡ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ആർ ട്രാൻസ്ഫർ ടു ദ ഡെബിറ്റ് സൈഡ്. എല്ലാ അസറ്റും ക്യാഷും ഫിക്റ്റീഷ്യസ് അസറ്റ്സും ഒഴിച്ചുള്ള എല്ലാ അസറ്റ്സും റിയലൈസേഷൻ്റെ ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ കാണിക്കുന്നത്. മാത്രമല്ല എക്സ്റ്റേണൽ ലയബിലിറ്റീസ് ആർ ട്രാൻസ്ഫർ ടു ദ ക്രെഡിറ്റ് സൈഡ്. നമ്മൾ എക്സ്റ്റേണൽ ലയബിലിറ്റീസ് റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ആണ് നമ്മൾ കാണിക്കുന്നത്. അതായത് റിയലൈസേഷൻ അക്കൗണ്ട് എക്സ്റ്റേണൽ ലയബിലിറ്റീസ് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഡെബിറ്റ്. ഇങ്ങനെയായിരിക്കും ജേർണൽ എൻട്രി വരുന്നത്. പിന്നെ എമൗണ്ട് റിയലൈസ്ഡ് ആർ ക്രെഡിറ്റഡ്, അതായത് നമുക്ക് എമൗണ്ട് റിയലൈസ്ഡ് ആർ ക്രെഡിറ്റഡ്. ഇത് നോമിനൽ അക്കൗണ്ട് ആണ് അല്ലേ. എമൗണ്ട് റിയലൈസ്ഡ് എന്ന് എന്തുവാണ്, നമുക്ക് ഈ നമ്മുടെ പാർട്ണർഷിപ്പ് ബിസിനസ്സിലുള്ള അസറ്റുകൾ അല്ലെങ്കിൽ സ്വത്തുക്കളെല്ലാം വിറ്റ് നമ്മൾ ക്യാഷ് ആക്കുക. നമുക്ക് ക്യാഷ് ആക്കി നമ്മുടെ അതായത് ഒരു വിറ്റ് ക്യാഷ് ആക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അതെല്ലാം ഇൻകമാണ്. അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നോമിനൽ അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ വിറ്റ് ക്യാഷ് ആക്കുന്ന എമൗണ്ടുകളെല്ലാം നമ്മൾ റിയലൈസ് ചെയ്യുന്ന എമൗണ്ടെല്ലാം ക്രെഡിറ്റ് ചെയ്യും. ആൻഡ് ലയബിലിറ്റി സെറ്റിൽസ് ആർ ഡെബിറ്റഡ് ടു ദ അക്കൗണ്ട്. അതായത് നമ്മുടെ ബാധ്യതകൾ നമ്മൾ പേ ചെയ്ത് കൊടുക്കുക. നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകില്ലേ, നമ്മൾ ബാധ്യതകളെല്ലാം തീർക്കുകയാണ്, അതുകൊണ്ട് തന്നെ അത് ഡെബിറ്റ് ചെയ്യും. ആൻഡ് provision for bad debts account is closed by transferring to the credit side of the realization. Provision for bad debts account ക്ലോസ് ചെയ്യുന്നത് റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പം പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് ക്രെഡിറ്റ് സൈഡ് ഓഫ് റിയലൈസേഷൻ അക്കൗണ്ട്. അപ്പം നമുക്ക് ജേർണൽ എൻട്രി അറിയാമല്ലോ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ എന്നായിരിക്കും ജേർണൽ എൻട്രി വരുന്നത്. അപ്പോൾ ഇത്രയാണ് റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു നോമിനൽ അക്കൗണ്ടാണ്. നോമിനൽ അക്കൗണ്ട് ആണത് അസറ്റും, അത് കമ്പനിയുടെ അസറ്റും ലയബിലിറ്റീസും ക്ലോസ് ചെയ്യുക എന്നുള്ള ഒരു പർപ്പസോട് കൂടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഈ റിയലൈസേഷൻ അക്കൗണ്ട് വഴി നമ്മൾ പ്രോഫിറ്റോ ലോസോ നമ്മൾ കണ്ടെത്തും. ഈ റിയലൈസേഷൻ അക്കൗണ്ട് വഴി നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ ഈ പാർട്ണർഷിപ്പ് ഫേമിൻ്റെ അസറ്റ്സുകളെല്ലാം വിറ്റ് ക്യാഷ് ആക്കുകയും ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ അത് പേ ചെയ്യുകയും ചെയ്യും. നമ്മൾ ക്യാഷും ഫിക്റ്റീഷ്യസ് അസറ്റ്സും ഒഴിച്ചുള്ള എല്ലാ അസറ്റുകളും നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. എന്നാൽ എക്സ്റ്റേണൽ ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. നമ്മൾ വിറ്റ് നമ്മുടെ കയ്യിലിരിക്കുന്ന ക്യാഷുകളെല്ലാം കമ്പനിയുടെ അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫേമിൻ്റെ അസറ്റുകൾ അല്ലെങ്കിൽ സമ്പത്തുകളെല്ലാം വിറ്റ് നമ്മൾ ക്യാഷ് ആക്കും. അതിനാണ് റിയലൈസേഷൻ ഓഫ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഇത് റിയലൈസേഷൻ ഓഫ് അസറ്റ്സ് നമുക്ക് അതുവഴി ക്യാഷ് വരുന്നത് ഒരു ഇൻകമാണ്, അതുകൊണ്ട് അതിൻ്റെ ക്രെഡിറ്റ് ചെയ്യും. മാത്രമല്ല ലയബിലിറ്റി സെറ്റിൽസ് ആർ ഡെബിറ്റ് ടു ദ അക്കൗണ്ട്. നമ്മുടെ ബാധ്യതകളെല്ലാം വിറ്റ് നമ്മൾ വിറ്റ് തീർക്കും. അതുകൊണ്ട് തന്നെ അത് നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യും, ലയബിലിറ്റീസ് എല്ലാം നമ്മൾ ഡെബിറ്റ് ചെയ്യും. പിന്നെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് അക്കൗണ്ട് ഈസ് ക്ലോസ്ഡ് ബൈ ട്രാൻസ്ഫറിങ് ടു
ക്രെഡിറ്റ് സൈഡ് ഓഫ് റിയലൈസേഷൻ അക്കൗണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ ഓൾ റിയലൈസേഷൻ എക്സ്പെൻസസ് ഓൾസോ ഈസ് ഡെബിറ്റഡ് ടു ദിസ് അക്കൗണ്ട് ആൻഡ് ക്ലോസ്ഡ് ബൈ ട്രാൻസ്ഫർ ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഓക്കെ, നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ നമ്മൾ ഓൾ റിയലൈസേഷൻ എക്സ്പെൻസസ് ഡെബിറ്റഡ് ടു ദിസ് അക്കൗണ്ട്. നമ്മൾ റിയലൈസേഷൻ എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, റിയലൈസേഷൻ അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും ആൻഡ് ഇസ് ക്ലോസ് ബൈ ട്രാൻസ്ഫർ ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. അപ്പോൾ പ്രോഫിറ്റോ ലോസോ ഉണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റോ ലോസ് കിട്ടുന്നെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. അത്രയാണ് പറയുന്നത്. അടുത്ത രണ്ടാമത് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട അക്കൗണ്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് രണ്ടാമത് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ്. ജനറൽ റിസർവ്സ് വിൽ ബി ക്രെഡിറ്റഡ്. നമുക്ക് ജനറൽ റിസർവ്സ് അല്ലെങ്കിൽ എക്സ്ട്രാ പ്രോഫിറ്റ് വല്ലതും ഉണ്ടെങ്കിൽ അത് നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. പിന്നെ when a liability assumed by a partner, his capital account will be credited. When a liability is assumed by a partner, his capital account will be credited. അതായത് ഒരു കമ്പനിയിൽ ഏതെങ്കിലും ലൈബിലിറ്റി അല്ലെങ്കിൽ ബാധ്യത ഒരു പാർട്ട്ണർ തീർക്കാം എന്ന് അദ്ദേഹം പറയുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹം ആ റിസ്ക് എടുക്കുകയാണ്, ആ ലൈബിലിറ്റി ഏറ്റെടുക്കുകയാണെങ്കിൽ അത് പാർട്ട്ണറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ചെയ്യും. പിന്നെ ഈ കമ്പനിയുടെ ഏതെങ്കിലും ഒരു അസറ്റ് ഒരു പാർട്ട്ണർ എടുക്കുകയാണെങ്കിൽ അത് പാർട്ട്ണറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് കുറച്ച് കാണിക്കും അല്ലെങ്കിൽ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അത് ജനറൽ റിസർവ് ഉണ്ടെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. പിന്നെ ഒരു ലൈബിലിറ്റി, കമ്പനിയുടെ ലൈബിലിറ്റി പാർട്ട്ണർ ഏറ്റെടുക്കുകയാണെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ചെയ്യും. മാത്രമല്ല ഈ കമ്പനിയുടെ ഏതെങ്കിലും അസറ്റ് ഒരു പാർട്ട്ണർ ടേക്ക് ഓവർ ചെയ്യുകയാണെങ്കിൽ എടുക്കുകയാണെങ്കിൽ അത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ അത് ഡെബിറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് എ പാർട്ട്ണർ. അവസാനം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് ക്യാഷ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ലാസ്റ്റ് അക്കൗണ്ട് ടു വിച്ച് should be prepared at the time of dissolution of a partnership firm. After recording all receipts and payments connected to realization account, the balance in the account must be equal to the amount due to the partners. Okay, the total of the debit side must be equal to the total of the credit side. So total of the debit side എപ്പോഴും എന്തോ ക്രെഡിറ്റ് സൈഡിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിച്ചത് എന്തുവാണ്, ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം ആണ്. ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ ടോപ്പിക്കാണ്. അപ്പോൾ ഇനി ബാക്കി വീഡിയോസുമായിട്ട് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുന്നു. ഇത്രയും കാര്യങ്ങൾ നോക്കുക. ഇതിൽ നിന്ന് ഡിസൊല്യൂഷൻ പാർട്ണർഷിപ്പ് ഫേം പറഞ്ഞു, ഡിസൊല്യൂഷൻ പാർട്ണർഷിപ്പ് ഫേം തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേമിൻ്റെ അകത്തുള്ള മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ പറഞ്ഞു. സെക്ഷൻ 40 മുതൽ 44 മോഡ്സ് ഓഫ് പാർട്ണർഷിപ്പ് ഫേം പ്രതിപാദിക്കുന്ന സെക്ഷൻസ് എന്ന് പറഞ്ഞു. ഈ സെക്ഷൻസിൻ്റെ അകത്ത് എന്തൊക്കെ പോയിന്റ്സ് വരും എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, എന്നാലേ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ സെറ്റിൽമെൻറ്റ് ഓഫ് അക്കൗണ്ട് ഓഫ് ഡിസൊല്യൂഷൻ നമ്മളൊരു പാർട്ണർഷിപ്പ് ഫേം ഡിസൊല്യൂഷൻ നടത്തുമ്പം എന്തൊക്കെ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യണം. ആദ്യം പ്രിപ്പയർ ചെയ്യേണ്ട അക്കൗണ്ട് റിയലൈസേഷൻ അക്കൗണ്ടാണ്, അതൊരു നോമിനൽ അക്കൗണ്ടാണ്. പിന്നെ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞു. ജനറൽ റിസർവ് ഉണ്ടെങ്കിൽ അത് നമ്മൾ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. മാത്രമല്ല ഉള്ള പാർട്ണേഴ്സ് പിന്നെ ലൈബിലിറ്റീസ് അസ്യൂംഡ് ബൈ പാർട്ണേഴ്സ് ഹിസ് ക്യാപിറ്റൽ അക്കൗണ്ട് വിൽ ബി ക്രെഡിറ്റർ. അതായത് കമ്പനിയുടെ ഏതെങ്കിലും ഒരു ലൈബിലിറ്റി അല്ലെങ്കിൽ ഒരു ബാധ്യത ഒരു പാർട്ണർ ഏറ്റെടുക്കുകയാണെങ്കിൽ പാർട്ണറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. മാത്രമല്ല കമ്പനിയുടെ ഏതെങ്കിലും ഒരു അസറ്റ് നമ്മൾ ഒരു പാർട്ണർ ഏറ്റെടുക്കുകയാണെങ്കിൽ അത് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. പിന്നെ ക്യാഷ് അക്കൗണ്ട്, അത് അവസാനം പ്രിപ്പയർ ചെയ്ത അക്കൗണ്ടാണ് ക്യാഷ് അക്കൗണ്ട്. അപ്പം ക്യാഷ് അക്കൗണ്ട് ലാസ്റ്റ് അക്കൗണ്ട് വിച്ച് ഹാസ് ടു ബി ക്ലോസ്ഡ് ഇൻ എ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാഷ് അക്കൗണ്ടാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ തീർന്നു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.